ഉചിതമായൊരു വാക്കാണ്. ചാലക്കുടി പുഴ, ശാലൈക്കുടി പുഴ, മൂഴിക്കുളം ശാലയുടെ കുടികളുടെ മുകളിലൂടെ പുഴ ഗതി മാറി ഒഴുകിയപ്പോൾ പുഴയുടെ പേര് ശാലൈക്കുടി എന്നായി എന്നാണ് ഓറൽ ഹിസ്റ്ററി. കുടി എന്ന് പറഞ്ഞാൽ വീടാണ്, ഗാന്ധിയുടെ വീട്. 1933 മുതൽ 45 വരെ ഗാന്ധി താമസിച്ചത് ബാപ്പുക്കുടിയിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ചത് ബാപ്പുക്കുടിയിൽ ജീവിച്ചുകൊണ്ടാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ബാപ്പുക്കുടിയിൽ നിന്നാണ് അദ്ദേഹം നയിക്കുന്നത്. ഒരു നിത്യപ്രതിരോധത്തിൻ്റെ ഇടമാണ് ബാപ്പുക്കുടി. ജീവിതത്തെ സമഗ്രമായി അടയാളപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ജീവിതം തന്നെ സമരമാക്കി മാറ്റി. നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ, കർമ്മപരിപാടികളിലൂടെ സത്യത്തിൻ്റെ എല്ലാം അന്വേഷണത്തിനു വേണ്ടി ഉപയോഗിച്ച ഇടമാണ് ബാപ്പുക്കുടി. ഇന്നത്തെ കാലത്ത് ഒരു നിത്യ പ്രതിരോധത്തിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പരിച അല്ലെങ്കിൽ ഒരു ടൂൾ ആയിട്ട് നമുക്ക് ഗാന്ധിയെ ഉപയോഗിക്കാൻ പറ്റും. നാളെ കറണ്ട് പോയി കറി കറണ്ട് പോയി തന്നു. ഈ വാർദ്ധ ആശ്രമത്തിൽ പോയി 2-3 ദിവസം താമസിക്കാനുള്ള സൗകര്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ബാപ്പുക്കുടിയിൽ അല്ലെങ്കിൽ സേവാഗ്രാമിലുള്ളത്. ആ ഗ്രാമത്തിൽ പോലും ഗാന്ധിയുടെ സ്വാധീനം വളരെ നന്നായി പ്രകടമായി കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇന്ന് കാണുന്ന ഒരു ബ്രാൻഡഡ് ഷോപ്പുകൾ പോലും ആ വാർദ്ധ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഷർട്ടിൻ്റെ കാര്യമാകട്ടെ, മൊബൈലിൻ്റെ കാര്യമാകട്ടെ, ഫോണിൻ്റെ കാര്യം, അങ്ങനെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ അങ്ങനെ ഈ വർണ്ണാഭമായ ഒരു കടകളുമില്ലാത്ത ഇടമാണ് ഈ വാർദ്ധ എന്ന് പറയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു അസുഖം വന്നിട്ട് മരുന്ന് വാങ്ങാൻ അരമണിക്കൂറിലേറെ സഞ്ചരിച്ചിട്ടാണ് അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിൽ ഒരു ജംഗ്ഷനിൽ തന്നെ 2-3 മെഡിക്കൽ ഷോപ്പുകളുള്ള സ്ഥലമാണ് കേരളം. പക്ഷെ വാർദ്ധയിൽ അരമണിക്കൂറിൽ സഞ്ചരിച്ച് അതിന് മേലെ സഞ്ചരിച്ചിട്ടാണ് ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടെത്താൻ പറ്റിയത്. അവിടെ എല്ലാം വഴിവാണിഭങ്ങളാണ്. തുണി വിരിച്ച്, പായ വിരിച്ച്, പച്ചക്കറികളും എല്ലാം നിലത്തിട്ട് വിൽക്കുന്ന ഒരു ഇടമാണ് വാർദ്ധ എന്ന് പറയുന്നത്. എല്ലാ ചെറു കടകളുടെ മുമ്പിലും വലിയ മൺഭരണികൾ വച്ചിട്ടുണ്ട്. അതിൽ വെള്ളം കോരിയെടുക്കാൻ വേണ്ടി വലിയൊരു കയ്യിൽ വച്ചിട്ടുണ്ട്. അവിടുത്തെ ബസ് സ്റ്റോപ്പുകളിൽ, വെയിറ്റിംഗ് ഷെഡുകളിൽ എല്ലാം ഈ കുടിവെള്ളം സമൃദ്ധമായി വച്ചിട്ടുണ്ട്. കടയിൽ ചെന്നാൽ ആദ്യം വെള്ളം കുടിക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും സൗജന്യമായിട്ട് വെള്ളം കിട്ടുന്ന ഒരിടമാണ് ഈ വാർദ്ധ എന്ന് പറയുന്നത്. എല്ലാം അതിൻ്റെ താഴെത്തട്ടിൽ, ഗ്രാസ് റൂട്ടിൽ, ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വാർദ്ധയിൽ നടക്കുന്നത്. അപ്പോഴാണ് ഗാന്ധിയുടെ ഒരു സ്വാധീനം വാർദ്ധ സേവാഗ്രാം എത്രമാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന കെട്ടിടങ്ങളാണ്, പല നിലകളുള്ള കെട്ടിടങ്ങളാണ്, വെളിച്ചത്തിൻ്റെ അതിപ്രസരമാണ്, വേഗതയുടെ, വികസനത്തിൻ്റെ എല്ലാം ഇടമാണ് കൊച്ചി. പക്ഷെ വാർദ്ധ എന്ന് പറയുന്ന ശുദ്ധമായ ഒരു നാട്ടിൻപുറമാണ്.
അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കെട്ടിടങ്ങൾ എല്ലാം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതാണ്. 5 കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ ഉണ്ട്. അവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളും ആ 5 കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫാൻ പോലും ഇല്ലാതെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ ഇടങ്ങളാണ്. പൂട്ടുകളോ വലിയ വലിയ വാതിലുകളോ ഒന്നുമില്ലാത്ത തുറസായ വീടുകൾ. പ്രഭാതം മുതൽ പ്രദോഷം വരെ പ്രവർത്തിക്കുന്ന ഇടങ്ങൾ. അപ്പോൾ നമ്മുടെ ചിന്താഗതിയെ അപ്പാടെ മാറ്റുന്ന ഒരിടമാണ് ബാപ്പുക്കുടി. അത്തരമൊരു ബാപ്പുക്കുടി ഉണ്ടാകുന്നതിൻ്റെ സാധ്യതകളാണ് മൂഴിക്കുളംശാല ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് JC കുമ്മരപ്പയുടെ പേരിൽ ഒരു ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നലെ ഒക്ടോബർ 1 മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. അത് ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ ഇന്നലെ പറഞ്ഞു. അത് ഹെലേന നോർബർഗ് ഹോഡ്ജ് എഴുതിയ ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ എന്ന പുസ്തകത്തെ അധികരിച്ച് ഇള ആർ ഭട്ട് എഴുതിയിട്ടുള്ള അനുബന്ധ് എന്ന് പറയുന്ന പുസ്തകത്തെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളാണ് ഈ JC കുമരപ്പ ഈ ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ ഫൗണ്ടേഷൻ മുഴുവൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു പ്രാദേശിക സമ്പദ് വ്യവസ്ഥ നമുക്കുണ്ടാക്കാൻ കഴിയുക? ലോക്കലായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇത് ഗാന്ധിയുടെ ആശയവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാമസ്വരാജ്, സ്വരാജ്, സ്വാശ്രയ ഗ്രാമങ്ങൾ, വികേന്ദ്രീകൃത ഇടങ്ങൾ, ഇതിൽ നിന്നും ഉൾക്കൊണ്ട ആശയമാണ് ഈ ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ അല്ലെങ്കിൽ അനുബന്ധ് എന്ന് പറയുന്ന പുസ്തകം ചർച്ച ചെയ്യുന്നത്. ഇന്നലെ അനിൽ മാഷ് ലഡാക്കിനെ പറ്റി സംസാരിച്ചു. ലഡാക്കിൻ്റെ പഠനത്തെ ബേസ് ചെയ്തിട്ടാണ് ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ എന്ന പുസ്തകം ഈ ഹെലേന നോർബർഗ് ഹോഡ്ജ് എഴുതുന്നത് തന്നെ. ലോക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ലോക്കലൈസേഷൻ ഡേ ഒക്കെ നടപ്പാക്കിക്കൊണ്ടാണ് അവർ ഇത്തരം ഒരു പ്രാദേശിക പരിസരം നമ്മുടെ ഭാവി എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഏത് രീതിയിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും, തിയറി നടപ്പാക്കുന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൽ നമ്മളെ ഒരു മാസ്മരിക മുദ്രാവാക്യമായിട്ടാണ് ഈ പല കാര്യങ്ങളും ലോകത്ത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ലോകത്തെ പിടിച്ചു കുലുക്കിയ 72 ദിനങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പാരീസ് കമ്മ്യൂൺ എല്ലാ അധികാരവും ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ആ മഹത്തായ ഭരണകൂടം രൂപം കൊണ്ടത്. പക്ഷേ ലോകത്ത് 72 ദിവസം മാത്രമേ അതിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. അതിൻ്റെ ആ പട്ടാളത്തെയും പോലീസിനെയും ഒക്കെ സ്വയം പിരിച്ചുവിട്ടുകൊണ്ട് വളരെ ദ്രുതഗതിയിൽ എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഈ 72 ദിവസം മാത്രം നിലനിന്ന ഭരണകൂടത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞു. പക്ഷേ 72 ദിവസം എല്ലാ അധികാരങ്ങളും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു മഹത്തായ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്ത് പാരീസ് കമ്മ്യൂണാണ്. അവിടുത്തെ എല്ലാ ഭരണകൂടത്തിൻ്റെ ആൾക്കാരെയും തെരഞ്ഞെടുത്താണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ, ബ്യൂറോക്രസി, ജഡ്ജിമാർ, അവരെയെല്ലാം ജനങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത ആൾക്കാരാണ്. തിരിച്ചു വിളിക്കാനുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജനങ്ങളിൽ നിന്നാണ് ഭരണകൂടം രൂപപ്പെട്ടത്. അത് ലോകത്ത് അങ്ങനെ ഒരു ഭരണകൂടം പിന്നെ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ 72 ദിവസത്തിനുള്ളിൽ അടിച്ചൊതുക്കി അതിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതുണ്ടാക്കിയ ചലനം വളരെ വലുതായിരുന്നു എന്നുള്ളത്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ സോവിയറ്റ് റഷ്യയിൽ വിപ്ലവം നടന്നപ്പോൾ അവിടെയും പറഞ്ഞ മാസ്മരിക മുദ്രാവാക്യം എല്ലാ അധികാരവും സോവിയറ്റുകൾക്കെന്നാണ്. അതും വളരെ താഴെ തട്ടിൽ ജനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ട് ആ കേന്ദ്ര മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് റഷ്യൻ വിപ്ലവം നടത്തുന്നത്. പക്ഷേ ചരിത്രം പിന്നീട് അത് വേറൊരു രീതിയിൽ പോയി, അത് വേറെ കാര്യം. പക്ഷേ റഷ്യൻ വിപ്ലവം ഇവിടെ വിജയിക്കാനുണ്ടായ കാരണം ഈ മാസ്മരിക മുദ്രാവാക്യത്തിൻ്റെ പുറത്താണ്. എല്ലാ അധികാരവും ജനങ്ങൾക്ക് നൽകി, എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക് നൽകിക്കൊണ്ടുള്ള ഒരു വിപ്ലവമാണ് അവിടെ നടന്നത്. അതേപോലെ തന്നെയാണ് ചൈനയിൽ നടന്ന വിപ്ലവത്തിലും എല്ലാ അധികാരവും കമ്മ്യൂണുകൾക്കാണ്. അതായിരുന്നു ചൈനീസ് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തെ പാടെ വിസ്മയിപ്പിച്ച മാസ്മരികമായ മുദ്രാവാക്യങ്ങളാണ്
ഒന്ന് പാരീസ് കമ്മ്യൂൺ, മറ്റൊന്ന് എല്ലാ അധികാരവും സോവിയറ്റുകൾക്ക്, മറ്റൊന്ന് എല്ലാ അധികാരവും ഈ കമ്മ്യൂണുകൾക്ക്. പിന്നീട് ഇന്ത്യയിൽ വന്നപ്പോൾ എല്ലാ അധികാരവും ഗ്രാമസ്വരാജ്യനാണ്, ഗ്രാമങ്ങൾക്ക് നൽകിക്കൊണ്ടാണ്, സ്വാശ്രയ ഗ്രാമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധി അത്തരമൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ 4 മുദ്രാവാക്യങ്ങളും പാടെ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇന്ന് ലോകം എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് നമുക്കറിയാം. ഇതിൽ നിന്നും വളരെ ദൂരം പിന്നോട്ട് പോയി കോർപ്പറേറ്റുകളുടെ, വിപണികളുടെ, അധിനിവേശങ്ങളുടെ ഒക്കെ ഒരു ഇടമായിട്ട് മാറിയിട്ടുണ്ട് ലോകം മുഴുവൻ. അതിൻ്റെ ജീർണത എല്ലാ ജനങ്ങളിലും, എല്ലാ സമൂഹത്തിലും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട്. ഇങ്ങനെ ജീർണിച്ച് പൂതലിച്ച് നിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ബാപ്പുക്കുടികൾ ഉണ്ടാകുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന ഒരു ആരൂഢത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ജീർണത സമൂഹത്തിലേക്കും മനുഷ്യരിലേക്കും ജീവിതത്തിലേക്കും ഒക്കെ വന്നതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ ഒരു അതിജീവനം നമുക്ക് നടപ്പാക്കാൻ പറ്റും എന്നുള്ള മൂഴിക്കുളം ശാലയുടെ ഒരു അന്വേഷണമാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് ഒരു സംഘടനാ സ്വഭാവം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായൊരു സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ് JC കുമരപ്പ ലോക്കലീസ് അവർ ഫ്യൂച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ലോക്കലീസ് അവർ ഫ്യൂച്ചർ, പരിസരം എങ്ങനെ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, ആരോഗ്യം, ഈ മേഖലയിൽ എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. അത് ലോക്കൽ ഫുഡ്, ലോക്കൽ മെഡിസിൻ, ലോക്കൽ ടൂറിസം, ലോക്കൽ കൾച്ചർ, ലോക്കൽ ഹെറിറ്റേജ്, അങ്ങനെ എല്ലാം പ്രാദേശികമായിട്ട് നമുക്ക് എങ്ങനെ പരിവപ്പെടുത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റ്, നാട്ടുചന്തകൾ, തണ്ണീർപ്പന്തലുകൾ, ഇതൊക്കെ നമ്മളുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു വീടിനെ, ഒരു ഗ്രാമത്തെ, പഞ്ചായത്തിനെ എങ്ങനെ സ്വയം പര്യാപ്തമാക്കാം എന്നുള്ള ഒരു അന്വേഷണമാണ്. മൂഴിക്കുളം ശാല 2-3 പരീക്ഷണങ്ങൾ ഇവിടെ നടത്തി പരാജയപ്പെട്ടിട്ടുണ്ട്. പാറക്കടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇന്നലെ സൂചിപ്പിച്ചതാണ്, ഒരു മോഡൽ പഞ്ചായത്തിന് വേണ്ടിയിട്ട് 5 ശില്പശാലകൾ നടത്തി, വലിയ ക്യാമ്പയിനൊക്കെ നടത്തി, പഞ്ചായത്തിൻ്റെ എല്ലാ അധികാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു 13 വികസന രേഖ നൽകി. ഒന്നും സംഭവിച്ചില്ല. അതൊരു പരാതിയായി അതൊരു പരാതിയായിട്ടാണ് അവർ കണക്കാക്കിയത്. വികസന രേഖ മൂഴിക്കുളം ശാല നൽകിയൊരു പരാതിയാണ്. അത് നേരെ പോയത് ചവറ്റുകോട്ടയിലേക്കാണ്. ഒരു 6 മാസം നീണ്ട വലിയ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു വികസന രേഖ ഉണ്ടാക്കിയത്. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബാപ്പുക്കുടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇടമായിട്ട് മാറിയത് ആടലോടകം, അടുക്കള എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇന്നത്തെ കാലത്ത് ഭക്ഷണ രുചി അധിനിവേശം വളരെ ഭീകരമാണ്. നമ്മുടെ ഫുഡ് കൾച്ചർ മൊത്തത്തിൽ മാറിപ്പോയി. 99% ആൾക്കാരും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരായിട്ട് മാറി. ഒരു കല്യാണ സദ്യ നടത്തുകയാണെങ്കിൽ 500 പേർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 450 പേരും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. 50 പേര് പോലും വെജ് കഴിക്കുന്ന ആ കൗണ്ടറിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അതും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നോൺ വെജ് ഭക്ഷണങ്ങളല്ല, വളരെ ഫാസ്റ്റ് ഫുഡായിട്ടുള്ള പല കൃത്രിമ നിറങ്ങളും രുചികളും ഒക്കെ നടത്തി കരിച്ചും പുകച്ചും ഒക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം. അതുകൊണ്ടാണ് അടുക്കളയെ കേന്ദ്രമാക്കിക്കൊണ്ട് ഈ ബാപ്പുക്കുടി ഇവിടെ ഉണ്ടാക്കാൻ കാരണമാണ്.
ആടലോടകം അടുക്കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ അടുക്കളകൾ എന്ന് പറഞ്ഞാൽ പാചകപ്പുര മാത്രമായിരുന്നില്ല. അമ്മൂമ്മ വൈദ്യത്തിൻ്റെ, അടുക്കള വൈദ്യത്തിൻ്റെ ഒക്കെ സമ്പന്നമായ ഒരു ഇടം കൂടിയാണ്. ആ ഒരു കൺസെപ്റ്റ് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയുടെ മുമ്പിൽ ആടലോടകം എന്ന് പറയുന്ന ഒരു ഔഷധി, ഒരു മാന്ത്രിക സ്വഭാവമുള്ള ഒരു ഔഷധിയുടെ പേര് അതിൻ്റെ പിറകിൽ കൊടുക്കാനുണ്ടായ കാരണമാണ്. ഇപ്പോൾ ഈ ആടലോടകം അടുക്കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മ വൈദ്യത്തിൻ്റെ ഇടമാണ്, നാട്ടുഭക്ഷണത്തിൻ്റെ ഇടമാണ്. അപ്പോൾ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ കൃഷി ഉണ്ടാകണം, അത് ജൈവ കൃഷിയായിരിക്കണം. നമ്മൾ പണ്ട് ഒരു 50-60 വർഷം മുമ്പ് കേരളീയർ എങ്ങനെയാണോ കൃഷി ചെയ്തത്, രാസവളമില്ലാതെ, കീടനാശിനി ഇല്ലാതെ, കളനാശിനി ഇല്ലാതെ വളരെ സ്വാഭാവികമായി കൃഷി ചെയ്തുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ അടുക്കളകളിൽ എത്തിയത്. ഇന്ന് നമുക്ക് അത്തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ളൊരു അവസ്ഥയില്ല. എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈ വിഷമുള്ള പച്ചക്കറികളാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഈ ആഗോള താപനത്തിൻ്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇത്ര 10, 100, 200 കിലോമീറ്റർ പെട്രോള്, ഡീസൽ കത്തിച്ച് ആഗോള താപനത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ പച്ചക്കറികളും ഈ ഭക്ഷണ വിഭവങ്ങളും നമ്മുടെ നാട്ടിലേക്ക് എത്തേണ്ടതുണ്ടോ? അപ്പം നമ്മുടെ വീട്ടിൽ വളരെ നിർദോഷമായിട്ട് സ്വിഗ്ഗി വഴി, സൊമാറ്റോ വഴി നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം എത്തുന്നുണ്ട്. പക്ഷേ 5, 6, 10 കിലോമീറ്റർ പെട്രോൾ, ഡീസൽ കത്തിച്ച് ആഗോള താപനത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മളുടെ വീട്ടിൽ ഈ ഭക്ഷണം എത്തുന്നത്. ഈ ആഗോള താപനത്തിന് നമ്മളും ഉത്തരവാദികളാണ് എന്നുള്ള, നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ അത് ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ ഭീകരമാണ്. ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാർ ആണ് ഏറ്റവും കൂടുതൽ സ്വിഗ്ഗി, സൊമാറ്റോയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അടുക്കളകളൊക്കെ അടച്ചുപൂട്ടി ഔട്ടിങ്ങും ഇത്തരത്തിലുള്ള ഈ ഓൺലൈൻ ഭക്ഷണ ശൃംഖല നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചും നമ്മുടെ ആരോഗ്യത്തെ പാടെ തകർക്കുന്ന ഒരു ഭക്ഷണ സംസ്കാരം, ഫുഡ് കൾച്ചർ കേരളത്തിലുണ്ട്. അത് നമ്മളുടെ കൊളോണിയലിസത്തേക്കാൾ ഭീകരമാണ് നമ്മുടെ രുചി ഭക്ഷണ അധിനിവേശം എന്ന് പറയുന്നത്. അതിനുള്ളൊരു പ്രതിരോധം എന്നുള്ള നിലയിലാണ് ആടലോടകം അടുക്കള നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് നാട്ടുഭക്ഷണമാണ്. ഇത് കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സീസണലായിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന രീതിയിൽ അത് നടപ്പാക്കണം. ഇപ്പം നമുക്ക് ഒരു അടുക്കള കലണ്ടറുണ്ട്, അല്ലെങ്കിൽ ഒരു അടുക്കള പാട്ടുണ്ട്. അതായത് ചക്കയും മാങ്ങയും മുമ്മാസം, താളും തകരയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം. അങ്ങനെയാണ് 12 മാസത്തെ നമ്മുടെ മെനു പണ്ടത്തെ അല്ലെങ്കിൽ മനുഷ്യർ പൂർവികർ നടപ്പാക്കിയിട്ടുള്ളത്. വളരെ ആരോഗ്യമുള്ള ഭക്ഷണം, ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള വീട്, ആരോഗ്യമുള്ള ചുറ്റുപാടുകൾ. അത് ഭക്ഷണത്തെയും വൈദ്യത്തെയും ഒരുമിച്ച് സമ്മേളിപ്പിച്ചിട്ടുള്ള ഒരു ഇടം. അപ്പോൾ ആദ്യത്തെ 3 മാസം ചക്ക കൊണ്ടും മാങ്ങ കൊണ്ടും ഭൂമിക്ക് മുകളിൽ വളരുന്ന ഫലങ്ങളെ കൊണ്ട് കഴിയണമെന്നാണ്. അത് ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം ചക്കയുടെയും മാങ്ങയുടെയും കാലമാണ്. ഏപ്രിൽ, മെയ്, ജൂൺ. അത് കഴിഞ്ഞാൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ അത് ഇലക്കറികളുടെയാണ്. താളും തകരയും മുമ്മാസം. ഇലക്കറികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കർക്കിടക മാസത്തിലാണ്. അത് ഭൂമിക്ക് മുകളിൽ വളരുന്ന ഇലക്കറികളെ കൊണ്ട് ഭക്ഷണം കഴിക്കുക, അടുക്കള പ്രവർത്തിപ്പിക്കുക. അടുത്ത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. അത് കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ അത് ചേനയും ചേമ്പും മുമ്മാസം. ഭൂമിക്ക് അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെ കൊണ്ട് ഭക്ഷണം, അടുക്കള പാകം ചെയ്യണം. തിരുവാതിര കാലമാണത്. തിരുവാതിരയിൽ എട്ടങ്ങാടിയും തിരുവാതിര പുഴുക്കുമൊക്കെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെ കൊണ്ടാണ് നമ്മൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. ഇലക്കറികളുടെ മാസം എന്ന് പറഞ്ഞാൽ കർക്കിടകം. കർക്കിടകത്തിലാണ് ഏറ്റവും കൂടുതൽ ഇലക്കറികൾ കഴിക്കുന്നത്. ഏപ്രിൽ, മെയ് അത് വിഷുവിൻ്റെ കാലമാണ്. ഫലങ്ങൾ മുഴുവൻ കണി കാണാൻ ഉപയോഗിക്കുന്ന വിളവെടുപ്പിൻ്റെ ഉത്സവങ്ങളാണ്. ഇതെല്ലാം നമ്മളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഉത്സവങ്ങളൊക്കെ, ആചാരങ്ങളൊക്കെ ഉർവരതാനുഷ്ഠാനങ്ങളാണ്.
നമുക്ക് 3 പൂവ് കൃഷി ഉണ്ടായിരുന്നു. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. 3 വിളവെടുപ്പ് കാലം ഉണ്ടായിരുന്നു. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, പുഞ്ചക്കൊയ്ത്ത്. ഈ വിളവെടുപ്പ് ഉത്സവത്തിന് 3 പേരുകൾ ഉണ്ടായിരുന്നു. ഏത്? ഓണം, വിഷു, തിരുവാതിര. അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ കേരളീയ ഗ്രാമജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് 3 പൂവ് കൃഷി, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. അതിൻ്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, അതേപോലെ തന്നെ പുഞ്ചക്കൊയ്ത്ത്. അതിൻ്റെ 3 ആണ്ടറുതി ഉത്സവങ്ങൾ, ആണ്ടിൻ്റെ അറുതിയായിട്ട് വരുന്ന 3 ഉത്സവങ്ങൾ: ഓണം, തിരുവാതിര, വിഷു. അപ്പോൾ അങ്ങനെ ഈ 3 ഉത്സവത്തെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഭക്ഷണ കലണ്ടറിലൂടെ, അടുക്കളപ്പാട്ടിലൂടെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചത് തന്നെയാണ്. പിന്നെ 4മതായിട്ട് കിട്ടുന്നതാണ് അങ്ങനെ ഇങ്ങനെ മുമ്മാസം. തൊടിയിൽ എന്താണോ അവശേഷിക്കുന്നത് അത് പറിച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ 0 ഫുഡ് മൈലാണ്. 0 ഭക്ഷ്യദൂരത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് അടുക്കള കലണ്ടർ എന്നുള്ളത്. നമുക്ക് പെട്രോൾ കത്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് നടന്നു ചെന്ന് നമ്മുടെ തൊടിയിൽ നിന്ന് പറിക്കാം. ആഗോളതാപനത്തിൻ്റെ പ്രശ്നമില്ല, കാർബൺ എമിഷൻ്റെ പ്രശ്നമില്ല. നമുക്ക് നടന്നു ചെന്ന് പറിക്കാം. 0 ഫുഡ് മൈലാണ്. അപ്പം നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തെ 0 ഫുഡ് മൈലാക്കുക എന്നുള്ളതാണ്. 0 ഭക്ഷ്യദൂരമാക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഭക്ഷ്യവിഭവങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകുക. അത് നമുക്ക് സമയത്തിന് പോയി പറിച്ച് നമുക്ക് പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുക. അതിനാണ് നമ്മൾ ബാപ്പുക്കുടി എന്ന് പറയുന്നത്. ഒരു 0 ഫുഡ് മൈൽ അന്തരീക്ഷം നമുക്കുണ്ടാക്കാൻ കഴിയുന്നു. അതിനെ നമ്മൾ ആടലോടകം അടുക്കളയുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നു. അതിനെ നമ്മുടെ ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു അടുക്കള വൈദ്യത്തിൻ്റെ, അമ്മൂമ്മ വൈദ്യത്തിൻ്റെ ഒരു സാഹചര്യം അടുക്കളയിൽ ഉണ്ടാക്കാൻ കഴിയുന്നു. ആടലോടകത്തെ പോലെ ഇത്രയും അത്ഭുത സിദ്ധിയുള്ള മറ്റൊരു ഇല ഇല്ല, ചെടിയില്ല, ഔഷധ ചെടിയില്ല. നമുക്ക് പണ്ട് കാലത്ത് പനി, ചുമ, നീരിളക്കം, ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇതൊക്കെ വന്നാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ആടലോടകം ഇലയിട്ടൊരു കഷായമാണ്. ആടലോടക കഷായം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആടലോടകത്തിൻ്റെ ഇല ഉപയോഗിക്കും, കരിനൊച്ചിയുടെ ഇല ഉപയോഗിക്കും, പിന്നെ അതേപോലെ തന്നെ പേരക്കൂമ്പ് ഉപയോഗിക്കും, കരിനൊച്ചിയുടെ ഇല ഉപയോഗിക്കും. അങ്ങനെ പലതരത്തിൽ ചുമന്ന തുളസിയുടെ ഇല, ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച, അതിൽ വേണമെങ്കിൽ ഇത്തിരി കരിപ്പട്ടിയോ എന്തെങ്കിലും ഇട്ട് അതിനെ രുചികരമാക്കാം. അല്ലെങ്കിൽ അതൊന്നും വേണ്ട. ഇതെല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളം 2-3 പ്രാവശ്യം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ചുമ, നീരിളക്കം, ചെസ്റ്റ് ഇൻഫെക്ഷൻ, പനി, നീർവീഴ്ച എല്ലാ കാര്യങ്ങളും പോയി കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ആടലോടകം അടുക്കള എന്നുള്ള പേരിൽ അറിയുന്നത്. ഇത് തന്നെ നമ്മൾ ഈ വെള്ളം തന്നെ കുടിക്കാം, ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് ആവി കൊള്ളാം, ബാക്കിയുള്ള വെള്ളം കൊണ്ട് കുളിക്കാം. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ പനി, നീരിളക്കം, ചുമ, നെഞ്ചുവേദന, മേലുവേദന, ഈ വക കാര്യങ്ങളാണ്. ഇതൊക്കെ മാറ്റാൻ നമുക്ക് ഈ ആടലോടകം ഒന്നുകൊണ്ട് മാത്രം പറ്റും. നമ്മുടെ ഈ ആടലോടകം ചെടിയുടെ മുമ്പിലൂടെയാണ് ഓട്ടോറിക്ഷയിൽ അലോപ്പതി ആശുപത്രിയിൽ പോയി പനിക്ക് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത്. നമുക്കറിയില്ല നമ്മുടെ മുറ്റത്ത് വളരുന്ന ഈ ആടലോടകത്തിൻ്റെ അത്ഭുത സിദ്ധി എന്താണെന്ന് നമുക്കറിയില്ല. അതേപോലെ തന്നെ വയറിന് എന്ത് അസുഖം വന്നാലും നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് കാച്ചിയ മോരാണ്. മോര് കാച്ചി ചോറ് ഞെരടിപ്പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മാത്രം കഴിക്കുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അപ്പം കാച്ചിയ മോര് കിട്ടുന്ന ഒരു ആടലോടകം അടുക്കള, ആടലോടക കഷായം കിട്ടുന്ന ഒരു ആടലോടകം അടുക്കള. അത്തരത്തിൽ അടുക്കള വൈദ്യത്തെയും നാട്ടുഭക്ഷണത്തെയും സമന്വയിപ്പിക്കുന്ന ഒരു അടുക്കള ഈ ബാപ്പുക്കുടിയുടെ പ്രധാന കേന്ദ്രമാണ്. അത് 0 ഫുഡ് മൈൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, 0 ഭക്ഷ്യദൂരത്തിന് വേണ്ടിയിട്ടാണ്, സ്വിഗ്ഗിയും സൊമാറ്റോയും നമ്മുടെ വീട്ടിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പേരിൽ കാർബൺ എമിഷൻ ഉണ്ടാവുകയും കാബോള താപനം ഉണ്ടാവുകയും ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുകയൊക്കെ ചെയ്യുന്ന അന്തരീക്ഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ
ഈ ബാപ്പുക്കുടിയിലെ പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് നമുക്ക് പറയാവുന്നത് സൈക്കിളാണ്. അതും കാർബൺ രഹിത വാഹനമാണ്. കാർബൺ എമിഷൻ ഒട്ടുമില്ലാത്ത വാഹനമാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ലോകം മുഴുവൻ കണ്ടുകൊണ്ട്, പ്രകൃതിയെ കണ്ടുകൊണ്ട്, ഇടം വലം പോകുന്ന എല്ലാ മനുഷ്യരെയും കണ്ട് സംസാരിച്ച് സൗഹൃദം പുതുക്കി പോകാവുന്ന ഒരു വാഹനമാണ് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ, പ്രകൃതിയുടെ മധ്യത്തിലൂടെയാണ് സൈക്കിൾ ഓടിച്ചു പോകുന്നത്. നമ്മൾ മൂഴിക്കുളംശാല പാറക്കടവ് പഞ്ചായത്തിലെ 5 കേന്ദ്രങ്ങളിൽ രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. NSS വിദ്യാർത്ഥികളുടെ സഹകരണത്തോടുകൂടി. അന്ന് അതിൽ നമുക്ക് കിട്ടിയത് 600ഓളം സൈക്കിളുകൾ ഒരു ദിവസം ഓരോ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ്. ഈ സൈക്കിൾ യാത്രികർക്കൊക്കെ നമ്മൾ കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ കാർബൺ പുറപ്പെടുവിക്കാതെ സ്വന്തം വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അത് ആരോഗ്യത്തിൻ്റെ ഒരു വാഹനമാണ് സൈക്കിൾ എന്ന് പറയുന്നത്. വ്യായാമത്തിൻ്റെ ഒരു വാഹനമാണ്. അങ്ങനെ നമ്മൾ ഈ പാറക്കടവ് പഞ്ചായത്തിൽ എത്ര കാർബൺ എമിഷൻ ഒരു ദിവസം ഉണ്ടാകുന്നുണ്ട്, അത് പരിഹരിക്കുന്നതിന് സെക്വസ്റ്റേഷന് വേണ്ടി എത്ര മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, അതിൻ്റെ കണക്കെടുത്ത് പഞ്ചായത്തിന് നമ്മൾ രേഖ കൈമാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ചെയ്തില്ല. ആ രേഖ ഇപ്പോഴും പഞ്ചായത്തിൽ തന്നെ ഉണ്ട്. ഇതും ബാപ്പുക്കുടിയുടെ ഒരു തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതെല്ലാം ക്രോഡീകരിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് മൂഴിക്കുളംശാല കഴിഞ്ഞ 22 വർഷമായിട്ട് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ഒരു കേന്ദ്ര പ്രമേയത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ചുകൂടി വികസിത രൂപമാണ് ബാപ്പുക്കുടി JC കുമരപ്പ ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും പല വശങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ ഫെസ്റ്റിവലിൽ പലവട്ടം ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. പിന്നെ ഒരു നാടിൻ്റെ, ദേശത്തിൻ്റെ ലോക്കൽ കൾച്ചർ, ഹെറിറ്റേജ് അത് എന്തായിരിക്കണം, എന്താണ് എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് ഒരു ലോക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ ഒരു സാധ്യത, അത് ബാപ്പുക്കുടിയുടെ ഒരു അന്വേഷണമാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു കോമൺ സർവീസ് സെൻറ്റർ, നമ്മളതിൻ്റെ രജിസ്ട്രേഷൻ 1-ാം വട്ടം രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി 2-ാം വട്ടം ഒരു ബാങ്കിങ്ങുമായിട്ടുള്ള രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ബാപ്പുക്കുടിയിൽ ഒരു കോമൺ സർവീസ് സെൻറ്റർ വരും. എല്ലാ ഓൺലൈൻ സർവീസും അത് ആൾക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അക്ഷയ കേന്ദ്രം പോലെയുള്ള ഒരു കോമൺ സർവീസ് സെൻറ്റർ ബാപ്പുക്കുടിയിൽ ഉണ്ടാകും. അത് സാമാന്യ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളുമായിട്ടൊരു നിരന്തര ബന്ധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരമൊരു ശ്രമം നടത്തുന്നത്. അതിൻ്റെ പാതി വഴിയിൽ നിൽക്കുകയാണ്. 1 മാസവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ കോമൺ സർവീസ് സെൻറ്റർ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഒക്ടോബർ 2 ഇവിടെ തുടങ്ങണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ലോക്കൽ ടൂറിസം ബാപ്പുക്കുടിയുടെ ഒരു ഭാഗമാണ്. പ്രാദേശികമായ ഒരു ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഇപ്പോൾ പാറക്കടവ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരുപാട് സാധ്യതകളുണ്ട്. ഒന്ന് പുഴ തന്നെയാണ്. അതുകൊണ്ടാണ് MLAയുടെ മുമ്പിൽ ഒരു ഹാപ്പിനെസ് പാർക്ക് പുഴയുടെ തീരത്ത് നടത്തണം എന്നൊരു നിവേദനം നൽകുകയും അത് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഹാപ്പിനെസ് പാർക്ക് പുഴയുടെ തീരത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് അവിടെ വന്നിരിക്കാം, വിശ്രമിക്കാം, അവിടെ വിനോദ മേഖലയിൽ പങ്കെടുക്കാം, ഒരു ബോട്ടിംഗ് നടക്കാം, പിന്നെ ഒരു ജോഗിങ് സെൻറ്റർ, എക്സസൈസ് സെൻറ്റർ, പല സാധ്യതകൾ ആ ഹാപ്പിനെസ് സെൻറ്ററിൽ ഉണ്ടാകും. അത് നമ്മുടെ ലോക്കൽ ടൂറിസത്തെ വിജയിപ്പിക്കുന്നതാണ്, വർദ്ധിപ്പിക്കുന്നതാണ്. അതും ബാപ്പുക്കുടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രാദേശികമായ ഇപ്പോൾ നമ്മൾ ഇവിടെ ഏത് ക്യാമ്പ് നടക്കുകയാണെങ്കിലും നമ്മൾ ഒരു ഹെറിറ്റേജ് വാക്ക് ഇവിടെ ചെയ്യാറുണ്ട്. ഒരു വയൽ യാത്ര നടത്താറുണ്ട്, ഒരു വഞ്ചി യാത്ര നടത്താറുണ്ട്.
ഇത് മൂന്നും ലോക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മൂഴിക്കുളം എന്ന് പറഞ്ഞാൽ ഒരു 1200 വർഷത്തെ ചരിത്രം പേറുന്ന ഒരിടമാണ്. ഹെറിറ്റേജ് വാക്കിന് ഒരുപാട് സാധ്യതകളുള്ളൊരിടമാണ്. അപ്പം ഇവിടെ മൂഴിക്കുളത്തിൻ്റെ ചരിത്ര പൈതൃക പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. മൂഴിക്കുളത്തിൻ്റെ ചരിത്രത്തിൻ്റെ അടിസ്ഥാന രേഖകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയ പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് മൂഴിക്കുളത്തിൻ്റെ ഒരു ചരിത്ര വായന നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ 1200 വർഷത്തെ ചരിത്രം പേറുന്ന ഒരു സ്ഥലത്ത് ലോക്കൽ ടൂറിസത്തിന് അല്ലെങ്കിൽ കൾച്ചറൽ ടൂറിസത്തിനൊക്കെ ഒരുപാട് സാധ്യതകളാണ്. അതിൻ്റെ വിജയത്തിന് അതിന് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോക്കൽ ഈസ് ഓവർ ഫ്യൂച്ചർ ഫെസ്റ്റിവൽ എന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ കലാകാരന്മാർക്കും ഈ 3 വർഷം കൊണ്ട് ഇവിടെ പങ്കെടുക്കുന്നതിന് പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു വേദി നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട്. ഈ വർഷവുമുണ്ട്. ഇവിടെ അത്രമാത്രം കലാകാരന്മാർ തിങ്ങി വളരുന്ന ഒരിടമാണ്. ഒരു മാസത്തെ മൂഴിക്കുളം ഫെസ്റ്റിവലൊക്കെ ചെയ്യാൻ പാകത്തിലുള്ള കലാകാരന്മാർ ഉള്ള ഒരിടമാണ് മൂഴിക്കുളം എന്ന് പറയുന്നത്. കൾച്ചറൽ ഹെറിറ്റേജ് ഏറ്റവും കൂടുതലുള്ള ഒരിടമാണ്. ഇപ്പോൾ ലോക്കൽ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്, പ്രത്യേകിച്ച് റെസ്പോൺസിബിൾ ടൂറിസം. അത് ഓരോ കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാവുന്ന രീതിയിൽ ഇതിനെ റെസ്പോൺസിബിൾ ടൂറിസവുമായി നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. അതും ബാപ്പുക്കുടിയുടെ ഒരു ഭാഗമാണ്. പിന്നെ ഇന്ന് നമ്മൾ എന്ത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച്, ആഗോള താപനത്തെക്കുറിച്ച്, പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നമുക്കറിയാം 2018 മഹാപ്രളയം, 2016 മഹാവരൾച്ച, പിന്നെ ലാൻഡ് സ്ലൈഡ്, അതായത് മണ്ണിടിച്ചിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭീകരമാണ്. ഇതിലൊക്കെ നമ്മുടെ പങ്ക് എത്രയുണ്ട്? എൻ്റെ പങ്ക് എത്രയുണ്ട്? എൻ്റെ കുടുംബത്തിൻ്റെ പങ്ക് എത്രയുണ്ട്? ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വിക്ഷേപിക്കുന്നത്? ആ പുറത്തേക്ക് വിക്ഷേപിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എത്ര മരങ്ങൾ ഇവിടെ വച്ചു പിടിപ്പിക്കുന്നുണ്ട്? അത് കണക്കാക്കുന്ന അതിനാണ് നമ്മൾ പറയുന്നത് എക്കോളജിക്കൽ ഫുട് പ്രിൻ്റ് എന്നാണ് പറയുക. പ്രകൃതി പാദമുദ്ര, എക്കോളജിക്കൽ ഫുട് പ്രിൻ്റ്. അത് കണക്കാക്കിയാൽ www.footprintcalculator എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലൂടെ അവർ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ, എൻ്റെ കുടുംബം ഒരു വർഷം ഇവിടെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മളെ നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ കുടുംബം കൊണ്ട് ഇത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ടോ, നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുമാത്രമല്ല, നമുക്ക് എത്ര ഭൂമി വേണം എന്നുള്ള കണക്ക് കൂടി ആ എക്കോളജിക്കൽ ഫുട് പ്രിൻ്റ് കണക്കാക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇന്നത്തെ കണക്കനുസരിച്ച് 1.7 ഭൂമി വേണം നമുക്ക് ഇന്നത്തെ പോലെ ജീവിക്കാൻ. ഒരു ഭൂമിയേ ഉള്ളൂ നമുക്ക്, only one earth. ഒറ്റ ഭൂമി മാത്രമേ ഉള്ളൂ, ഒളിച്ചു പാർക്കാൻ മറ്റൊരു ഇടം നമുക്കില്ല. പക്ഷെ നമ്മളുടെ ഉപഭോഗം അനുസരിച്ച് ഇന്ന് ലോക നിലവാരം അനുസരിച്ച് 1.7 ഭൂമി വേണം. അത് നടക്കാത്ത കാര്യമാണ്. അപ്പം നമ്മളുടെ ആവശ്യങ്ങൾ ലഘൂകരിക്കുക എന്നുള്ളതാണ്, ചെറുതാക്കുക, മിനിമലൈസ് ചെയ്യുക. അതിനാണ് പുതിയൊരു മിനിമലിസം എന്ന് പറഞ്ഞ ഒരു ടെർമിനോളജി വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും ലളിതവൽക്കരിക്കുക, ലളിതമാക്കുക, ഉപഭോഗം കുറയ്ക്കുക, നമ്മളുടെ ആവശ്യങ്ങൾ എത്രമാത്രം മിനിമലാക്കാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പിന്നെ ഇത്തരം കാര്യങ്ങൾ പണ്ഡിതന്മാർ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങളല്ല. സാധാരണക്കാരാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാർ കാലാവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്ന ഒരിടമാണ് ലോകത്ത് ക്ലൈമറ്റ് കഫേ. ലോകത്തിപ്പോൾ ഒരുപാട് ക്ലൈമറ്റ് കഫേകൾ പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണക്കാർ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരിടമാണ്.
പണ്ഡിതന്മാരല്ല അവിടെ സംസാരിക്കുക, അതിൻ്റെ ഇരകളാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, പ്രകൃതി ദുരന്തങ്ങളുടെ, ആഗോളതാപനത്തിൻ്റെ ഇരകളാണ് സംസാരിക്കുന്നത്. അവർ അതിൽ കട്ടൻ ചായയും പരിപ്പുവടയും പപ്പടവടയും ഒക്കെ കഴിച്ചുകൊണ്ട് കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാപ്പിക്കടയാണ് ക്ലൈമറ്റ് കഫേ. മുഴുവൻശാല 2-3 ക്ലൈമറ്റ് കഫേ ഇതിനകം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മാറിയ കാലത്തിനനുസരിച്ച് നമ്മുടെ ചിന്താഗതിയിൽ, ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം, കാർബൺ എമിഷൻ ഇല്ലാതെ കാർബൺ ന്യൂട്രലായി നമുക്കെങ്ങനെ ജീവിക്കാം, ഇതും ബാപ്പുക്കുടി അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെയാണ് ബാപ്പുക്കുടികൾ ഉണ്ടാകുക. അത് നമ്മളാണ്, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യുന്ന നിത്യപ്രതിരോധം കൊണ്ടാണ് ഓരോ ഇടത്തും ബാപ്പുക്കുടികൾ ഉണ്ടാകുക. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ, ആവശ്യത്തെ വെട്ടിച്ചുരുക്കാൻ, പുതുക്കിപ്പണിയാൻ നമ്മൾ എത്രമാത്രം തയ്യാറാകുമോ അത്രമാത്രം ബാപ്പുക്കുടികൾ ഉണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിമറിക്കണം. നമ്മളിടുന്നൊരു ഡ്രസ്സ് പോലും കാലാവസ്ഥാ വ്യതിയാനത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നമുക്ക് കാലാവസ്ഥയെ അനുകൂലിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ധരിക്കാവുന്ന ഡ്രസ്സുകൾ എന്ന് പറയുന്നത് ഖാദിയും കൈത്തറിയും മാത്രമാണ്. അതുകൊണ്ടാണ് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഖാദിക്കും കൈത്തറിക്കും ഇത്രമാത്രം മൂല്യം കിട്ടിയത്. ഖാദിക്കും കൈത്തറിക്കുള്ള പ്രത്യേകത എന്താ? അത് കാർബൺ എമിഷൻ ഇല്ലാത്ത വസ്ത്രങ്ങളാണ്. അത് കൈകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്, മെഷീനില്ല. തറി ഉപയോഗിച്ച് കൈകൊണ്ട് നിർമ്മിക്കുന്ന വസ്ത്രങ്ങളാണ് ഈ കൈത്തറിയും ഖാദിയും. ഇപ്പോൾ മെഷീൻ ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ കാർബൺ എമിഷൻ 0. കാലാവസ്ഥാ വ്യതിയാനത്തെ, ആഗോളതാപനത്തെ അത് ശക്തിപ്പെടുത്തുന്നില്ല. പിന്നെ വാട്ടർ ഫുട് പ്രിന്റ്, വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറച്ച് മതി. മിൽക്ക് തുണിക്കാണെങ്കിൽ 1 മീറ്റർ മിൽക്ക് തുണി ഉണ്ടാക്കുന്നതിന് 1 മീറ്ററിന് 55 ലിറ്റർ വെള്ളം ഉപയോഗിക്കും. ഖാദിക്കും കൈത്തറിക്കുമാണെങ്കിൽ 1 മീറ്റർ ഉൽപ്പാദിപ്പിക്കുന്നതിന് 4 ലിറ്റർ വെള്ളം മാത്രം. അപ്പോൾ നമുക്കറിയാം 44 പുഴകളും 75 ലക്ഷം കിണറുകളും 45,000 കുളങ്ങളും 3000 മില്ലിമീറ്റർ മഴയും ലഭിക്കുന്ന വളരെ അനുഗ്രഹീതമായ നാട്ടിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ദുരന്ത വെള്ളം കിട്ടാത്ത ഇടങ്ങളാണ് കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളും. നമ്മുടെ ജലവിഭവ മാനേജ്മെൻറ്റ് അത്രമാത്രം മോശമാണെന്നുള്ളതാണ്. ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കാതെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. 14 ജില്ലകളും വെള്ളം കിട്ടാത്ത ജില്ലകളാണ്. നമ്മൾ ആലോചിക്കണം, നമുക്ക് 44 നദികളുണ്ട്, 45,000 കുളങ്ങളുണ്ട്, 60-75 ലക്ഷം കിണറുകളുണ്ട്. മാത്രമല്ല ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന 3000 മില്ലിമീറ്റർ വർഷത്തിൽ മഴ ലഭിക്കുന്ന ഇടമാണ് കേരളം. പക്ഷേ ഈ വെള്ളം മുഴുവൻ 5 മിനിറ്റിൽ അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകുന്നൊരവസ്ഥയിലാണ്. നമുക്ക് വെള്ളത്തെ പിടിച്ചു നിർത്തി മണ്ണിലേക്ക് ആണ്ട് ഇറക്കി വിടാനുള്ളൊരു സംവിധാനമില്ല. അതിനൊരു ഉദാഹരണമാണ് മൂഴിക്കുളം ശാല എന്ന് പറയുന്നത്. ഇവിടെ പെയ്യുന്ന മഴവെള്ളത്തെ മുഴുവൻ മണ്ണിലേക്ക് ആണ്ടിറക്കുന്ന രീതിയിൽ റോഡുകളൊക്കെ മൺപാതകളാണ്. 4 കെട്ടുകളിൽ പെയ്തു വീഴുന്ന വെള്ളം മുഴുവൻ മണ്ണിലേക്കാണ് ആണ്ടിറങ്ങുന്നത്. 23 4 കെട്ടുകളുണ്ട്. റോഡുകളൊക്കെ മൺപാതകളാണ്. ഇവിടെ പെയ്യുന്ന മഴവെള്ളം മുഴുവൻ ഭൂഗർഭജലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഇടങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ ജലവിഭവ മാനേജ്മെൻറ്റ് വളരെ കറക്റ്റാക്കുക എന്നുള്ളതാണ്. വെള്ളം വളരെ അമൂല്യമായ വസ്തുവാണ്. ധാരാളിത്തം പാടില്ല. നമുക്കറിയാം, നമുക്ക് 14 കിണർ, പുഴയൊക്കെ ഉണ്ടതിൻ്റെ പേരിൽ നമ്മൾ വളരെ ധാരാളിത്തത്തോടു കൂടിയിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്. പണ്ട് നമ്മുടെ വീട്ടിൽ ഇത് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ഉപകരണം നമ്മുടെ വീട്ടിൽ ഉമ്മറത്തിരിക്കുന്നുണ്ടായിരുന്നു, കിണ്ടി. ഇന്ന് ആ കിണ്ടി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഷോ പീസായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. ഏറ്റവും കുറവ് വെള്ളം മാത്രം പുറത്തേക്ക് ഒഴുക്കാനുള്ള ഒരു ഉപകരണമാണ് അതിൻ്റെ കിണ്ടി എന്ന് പറയുന്നത്. ഇന്ന് ഫ്ലഷ് വന്നോടുകൂടി, പണ്ട് ഒരു ബക്കറ്റിലെ വെള്ളമാണ് കക്കൂസിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ 100 മില്ലിമീറ്റർ മൂത്രം വാഷ് ചെയ്ത് കളയാൻ വേണ്ടി 5 ലിറ്റർ 10 ലിറ്റർ വെള്ളമാണ് ഫ്ലഷ് ചെയ്ത് പോകുന്നത്. 100 മില്ലിമീറ്ററാണ് മൂത്രം.
ഈ മൂത്രം വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ലിറ്റർ വെള്ളം, 7 ലിറ്റർ വെള്ളം, 5 ലിറ്റർ വെള്ളം ഒരു ദിവസം വീട്ടിൽ എത്ര പേർ ഫ്ലഷ് ചെയ്തിട്ടുണ്ട്? അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും വളരെ നമ്മൾ ഭൂമിക്ക് വേദനിപ്പിക്കാതെ, ഭൂമിയെ വേദനിപ്പിക്കാതെയാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇല്ല, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പ്രകൃതി വിരുദ്ധമാണ്, ഭൂമിയെ വേദനിപ്പിക്കുന്നതാണ്, നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം അതുകൊണ്ടാണ് കാർബൺ എമിഷൻ ഇല്ലാത്ത 1 മീറ്റർ തുണി നെയ്യുന്നതിന് 4 ലിറ്റർ വെള്ളം മാത്രം ഉള്ള വസ്ത്രങ്ങളായിട്ടുള്ള കൈത്തറിയും ഖാദിയുമാണ് കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഡ്രസ് കോഡ് എന്ന് പറയും. ഒരിക്കലും മിൽ തുണികളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. കോട്ടൺ, ഖാദി വസ്ത്രങ്ങൾ മാത്രമേ നമുക്ക് ധരിക്കാൻ പാടുള്ളൂ. എന്നാലേ നമ്മൾ കാലത്തിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. ചൂടില്ലാത്ത വസ്ത്രങ്ങളാണ്. നമുക്കറിയാം, കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂടൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും യോജിച്ച വസ്ത്രമാണ് ഈ കോട്ടൺ അല്ലെങ്കിൽ ഖാദി വസ്ത്രങ്ങൾ. അപ്പം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പൊളിച്ചടുക്കളുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഓരോ ഇടത്തും ബാപ്പുക്കുടികൾ ഉണ്ടാകണം എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. ഈ നിന്നിടത്ത് നിന്ന് തന്നെയാണ് അന്വേഷണം ആരംഭിക്കേണ്ടത്. ആ അന്വേഷണത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാകുകയും വേണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഭൂമി ഇത്ര മനോഹരമായി കിടക്കുന്നു. ഈ ഭൂമി മനോഹരമായിട്ട് കിടക്കുന്ന മനുഷ്യരുടെ ഒരു ഇടപെടൽ കൊണ്ടല്ല, നമ്മളുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ഭൂമി വളരെ മോശമായി പോയിട്ടുള്ളത്. മറ്റ് ജീവജാലങ്ങൾ, നമുക്ക് യാതൊരു ബഹുമാനവും വിലയും കൽപ്പിക്കാത്ത ഈ മനുഷ്യേതരമായ ജീവികളാണ് ഈ ഭൂമി ഇത്ര മനോഹരമായിട്ട് ഇവിടെ കിടക്കാൻ സഹായിക്കുന്നത്. ചെതലുകൾ എന്ന് പറയുന്ന ഒരു വസ്തു ഇല്ലെങ്കിൽ നമുക്കറിയാം, വീട് ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ചെതലുകൾ ഉണ്ടാക്കുന്ന പ്രശ്നം നമുക്കറിയാം. 2018 പ്രളയത്തിന് ശേഷം എല്ലാ വീടുകളിലും ചിതലിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. ട്രിപ്പവും സ്വിച്ച് ബോക്സിലൊക്കെ നിറയെ മണ്ണ് വന്ന് ചെതലിൻ്റെ കൂടായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ചിതലുകളാണ് ഭൂമിയിലുള്ള എല്ലാ ഈ ജീവനില്ലാത്ത വസ്തുക്കളെയും തിന്ന് മണ്ണാക്കി മാറ്റുന്നത്. എല്ലാ വേസ്റ്റുകളെയും ഇല്ലാതാക്കി മാറ്റുന്നത് ഈ ചെതലുകളാണ്. അവരില്ലാതിരുന്നുവെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത് വലിയൊരു മാലിന്യ തൊട്ടിയായിട്ട് മാറിയത്. ഈ ഭൂമി മനോഹരമായിട്ട് കിടക്കുന്നത് കാക്കകൾക്ക് വലിയ പങ്കുണ്ട്, കോഴികൾക്ക് പങ്കുണ്ട്, മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ പങ്കുണ്ട്. നമുക്കൊരു പങ്കുമില്ല. നമ്മൾ കഴിയുന്നത്ര പ്ലാസ്റ്റിക് വലിച്ചെറിയും. നമുക്ക് വേണ്ടാത്ത എല്ലാ വസ്തുക്കളും വലിച്ചെറിയാനുള്ള ഒരു ഡസ്റ്റ് ബിന്നാണ് നമുക്ക് ഭൂമി എന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, തേനീച്ചകളില്ലെങ്കിൽ മനുഷ്യർക്ക് 4 വർഷത്തിൽ കൂടുതൽ ആയുസ്സില്ല എന്നാണ് പറഞ്ഞത്. തേനീച്ചകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ ഈ വളരെ കേമത്വം നടിക്കുന്ന നമുക്ക് 4 വർഷത്തിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല. ഈ തേനീച്ചകളുടെ പോളിനേഷൻ കൊണ്ടാണ് ഇവിടെ ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാകുന്നത്. തേനീച്ചകളില്ലെങ്കിൽ നമുക്ക് ഉണ്ണാനും കഴിക്കാനും ഒരു വസ്തു കൂടെ ഉണ്ടാകും. അവരുടെ പോളിനേഷൻ, പരാഗണം കൊണ്ടാണ് ഈ 75% ഭക്ഷണം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് തേനീച്ചകളുടെ ഒരു പോളിനേഷൻ കൊണ്ടാണ്. സ്വരാജിൻ്റെ ഏറ്റവും വലിയൊരു ചിഹ്നമായിട്ട് ഉപയോഗിക്കാവുന്ന തേനീച്ചകളാണ്. അപ്പം നമ്മളെക്കാൾ ഈ ഭൂമിക്ക് വേണ്ടി, ഈ പ്രപഞ്ചത്തിന് വേണ്ടി ജീവിക്കുന്നവർ മറ്റുള്ളവരാണ്, നമ്മളല്ല. നമ്മൾ അവരെയൊക്കെ കൊന്നൊടുക്കാനേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. പക്ഷേ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ അന്വേഷിക്കാനും പ്രായോഗികമാക്കാനുമുള്ള ഒരു ഇടം എന്നുള്ള നിലയിലാണ് ബാപ്പുക്കുടിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വളരെ ലളിതമായിട്ട് ജീവിക്കാൻ, ഒരു ഭൂമിയിലേക്ക് നമ്മളുടെ ആവശ്യങ്ങൾ ചുരുക്കാൻ പറ്റണം. ഇപ്പോൾ 1.7 ഭൂമി വേണം. അത് ഒരു ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഇപ്പം അമേരിക്കക്കാരനെ പോലെ, സിംഗപ്പൂരുകാരനെ പോലെ, ഖത്തറുകാരനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാൽ നമുക്ക് 4, 5, 8 ഭൂമികൾ വേണം. അത്രമാത്രം പ്രകൃതി വിഭവങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന
രാഷ്ട്രങ്ങളാണ് അമേരിക്കയൊക്കെ. അവർക്ക് 4 ഭൂമി വേണം. അത്രമാത്രം പ്രകൃതി വിഭവങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് 1.7 ഭൂമി മതി. പക്ഷെ 1.7 ഭൂമി എന്നുള്ളത് 1 എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അത് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എർത്ത് ഓവർ ഷൂട്ട് ഡേ. ഇന്നലെ ഇവിടെ പറഞ്ഞു, എർത്ത് ഓവർ ഷൂട്ട് ഡേ കണക്കാക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രകൃതി വിഭവങ്ങൾ, എണ്ണ, ഇതെല്ലാം 1 വർഷത്തെ കണക്ക് വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. അത് ഡിസംബർ 31 വരെ ഉണ്ടാകണം എർത്ത് ഓവർ ഷൂട്ട് ഡേ എന്ന് പറയുന്നത്. ഇപ്പം എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ 31 വരെ. പക്ഷെ നമ്മളുടെ വർദ്ധിച്ച ഉപഭോഗം കൊണ്ട്, അശാസ്ത്രീയമായ ഉപഭോഗം കൊണ്ട് ഇത് ജൂൺ 21 ആകുമ്പോഴേക്കും തീരും. അത് ഡിസംബർ 31 എർത്ത് ഓവർ ഷൂട്ട് ഡേ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളുടെ ആവശ്യങ്ങൾ വെട്ടിച്ചുരുക്കണം. നമ്മൾ ലളിതമായിട്ട് ജീവിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ എർത്ത് ഓവർ ഷൂട്ട് ഡേ ഡിസംബർ 31 എത്തിക്കാൻ പറ്റൂ. ഇപ്പം ഡിസംബർ 31 എത്തിക്കുക എന്ന് പറയുന്നതും ഈ ബാപ്പുക്കുടിയുടെ അല്ലെങ്കിൽ JC കുമരപ്പ ലോക്കലീസ് അവർ ഫ്യൂച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അത്ര നിസ്സാരമല്ല. നമ്മൾ തന്നെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഭൂമിക്ക് ഒരുപാട് പരിക്കുകൾ ഉണ്ടാക്കുന്നവയാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഭൂമിയെ നോവിക്കാതെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ കരിയിലകൾ മുഴുവൻ കത്തിക്കുന്ന ഒരിടമാണ് കേരളം എന്ന് പറയുന്നത്. പാമ്പ് വരും, മറ്റ് ഇഴജീവികൾ വരും. അതുകൊണ്ട് കരിയില കത്തിക്കാനുള്ളതാണെന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. കരിയില ഒരിക്കലും കത്തിക്കാൻ പാടില്ല. ഇപ്പോൾ പഞ്ചായത്ത് പിഴയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കരിയില കത്തിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ 15,000 രൂപ പിഴ ഇടുന്നുണ്ട്. കാർബൺ, ഈ കരിയില കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ അന്തരീക്ഷത്തിലേക്ക്, ആകാശത്തിലേക്കാണ് പോകുന്നത്. അത് കാലാവസ്ഥാ വ്യതിയാനത്തെ, ആഗോളതാപനത്തെ, പ്രകൃതി ദുരന്തത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. കാർബൺ വേണ്ടത് ആകാശത്തല്ല, മണ്ണിലാണ്. കാർബൺ ഫിക്സിങ് നടക്കേണ്ടത് മണ്ണിലാണ്. കറുത്ത മണ്ണുള്ള മണ്ണാണ് കാട്ടിലെ മണ്ണ് എന്ന് പറയുന്നത്. അവിടുത്തെ എല്ലാ ജൈവാവശിഷ്ടങ്ങളും വളമായി മാറിയിട്ടാണ് അവിടെ കാട്ടിലെ മണ്ണ് രൂപപ്പെടുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ തറഞ്ഞു കിടക്കുന്ന മണ്ണാണ്. സൂക്ഷ്മജീവികളില്ലാത്ത മണ്ണാണ്. വായു സഞ്ചാരമില്ലാത്ത മണ്ണാണ്. ഈർപ്പമില്ലാത്ത മണ്ണാണ്. കാരണം ഈ കരിയിലകളൊക്കെ കത്തിച്ച് നമ്മൾ എല്ലാത്തിനെയും ഇല്ലാതാക്കുന്നു. പണ്ട് ഉള്ളവരൊക്കെ ചെയ്ത പൊതയിടലാണ്. ഓരോ മരത്തിൻ്റെ ചോട്ടിൽ മണ്ണിൽ ഒക്കെ ജലാംശം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി പൊതയിട്ട് മണ്ണിൻ്റെ ഈ ജൈവാവസ്ഥയെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കരിയില കത്തിക്കുന്നതും നമ്മൾ ഭൂമിയോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമാണ്. അപ്പം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തിരിച്ചറിവുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബാപ്പുക്കുടികൾ ഉണ്ടാകുക. അത് നമ്മൾ വിചാരിക്കണം, ബാപ്പുക്കുടി വേണോ അതോ നരകക്കുടി വേണോ എന്നുള്ളത്. നമ്മൾ ഒരു മാറ്റത്തിന്, സമൂലമായ മാറ്റത്തിന് തയ്യാറാവുക എന്നുള്ളതാണ്. അത് നാളെ ആവാം, മറ്റന്നാളെന്നല്ല, ഈ നിമിഷം മുതൽ ഇപ്പോൾ വേണ്ട കാര്യമാണ്. ദുരന്തങ്ങളൊക്കെ വന്ന് നമ്മുടെ ഉമ്മറ വാതിലിൽ മുട്ടി വിളിക്കുന്നുണ്ട്, നമ്മളുടെയൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ചെവി കൊടുക്കാറില്ല എന്നുള്ളതാണ്. അതിൻ്റെ ശബ്ദം നമ്മൾ കേട്ട് നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു. ഓരോ കാലവർഷത്തിലും വെള്ളപ്പൊക്കം ഉണ്ടാകുമോ എന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അത് പരിഹരിക്കുന്നതിന് നമ്മുടെ ജീവിതത്തെ നമുക്ക് എങ്ങനെ ക്രമപ്പെടുത്താം എന്നുള്ള ഒരു അന്വേഷണം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. ഇത് ഇന്നത്തെ നമ്മുടെ ജീവിത സംസ്കൃതിയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അടിച്ചുപൊളി ജീവിതത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കാണുകയാണെങ്കിൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് കാർബൺ ന്യൂട്രലായിട്ട് എങ്ങനെ ജീവിക്കാം, പ്രകൃതിയോട് എങ്ങനെ ഇണങ്ങി ജീവിക്കാം, ഭൂമിയെ നോവിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം, ആരോഗ്യത്തോടെ നാട്ടുഭക്ഷണം കഴിച്ച് ഒക്കെ എങ്ങനെ ജീവിക്കാം. അവിടെയാണ് ബാപ്പുക്കുടികൾ ഉണ്ടാകുക. അതൊരു നൈതികമായ ജീവിതമാണ്, ഒരു നീതിയുടെ ജീവിതം അവിടെ ഉണ്ടാവും. ഭൂമിയെ നോവിക്കാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ
ബാപ്പുക്കുടികൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അത്തരം ഒരു ബാപ്പുക്കുടി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് മൂഴിക്കുളം ശാല. വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല. എന്നാലും നമ്മളുടെ ശബ്ദം നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഒരാൾ പോലും നമ്മുടെ പിറകിൽ ഉണ്ടാവില്ല. എന്നാലും നമ്മൾ മുന്നോട്ട് ഗാന്ധി പറഞ്ഞ പോലെ നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.